ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ ബിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഈ കൊറോണയുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരുപാട് പേർക്ക് ജോലിയൊക്കെ നഷ്ടപ്പെടുമ്പോൾ വെറുതെ ഇരിക്കുന്നുണ്ട് ഇഷ്ടംപോലെ പേര് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അതിൽ കുറേ സുഹൃത്തുക്കളൊക്കെ എനിക്ക് പേഴ്സണലായിട്ടും അല്ലാതെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് ഫാമിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചിട്ട് കന്നുകാലി വളർത്തലിൽ നമ്മുടെ സർക്കാർ നൽകുന്ന ധനസഹായം എന്തൊക്കെയുണ്ട്, എന്തൊക്കെ പദ്ധതികൾ ഇപ്പോൾ നിലവിലുണ്ട്, അപ്പോൾ എങ്ങനെ ഇതിലൊക്കെ അപേക്ഷിക്കാം, നമുക്ക് എങ്ങനെ ഈ ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കാം എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കേരള സർക്കാർ നമുക്ക് കന്നുകാലി വളർത്തലിനും അത് സംബന്ധിച്ച കാര്യങ്ങൾക്കും നൽകുന്ന ധനസഹായത്തെ പറ്റിയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുകയെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ആദ്യം നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയി നോക്കാം. അപ്പോൾ ക്ഷീരമേഖലയിലേക്ക് കടക്കുന്നവർക്ക് ഒട്ടേറെ ധനസഹായ പദ്ധതികൾ സർക്കാർ ഇപ്പോൾ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ 33,000 രൂപ വരെ നമുക്ക് ഒരു സങ്കരയിനം പശുവിനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ധനസഹായമായി ലഭിക്കും. അപ്പോൾ ഇതിന് അർഹത എന്ന് പറയുന്നത് പുതുതായി ഒരു ഫാം തുടങ്ങുന്ന ഒരു കർഷകനോ അല്ലെങ്കിൽ ഒരു സംരംഭകനോ ആയിരിക്കും മുൻഗണന ഉണ്ടാവുക. ഇത് കൂടാതെ വനിതകൾക്കും പിന്നോക്ക ക്ഷേമ വിഭാഗക്കാർക്ക് മുൻഗണന ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 33,000 രൂപയുടെ ധനസഹായം ലഭിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു നിശ്ചിത മാതൃകയിലുള്ള ഒരു അപേക്ഷാ ഫോറം ഉണ്ട്. അപ്പോൾ അത് തയ്യാറാക്കിയിട്ട് നമ്മുടെ ബ്ലോക്കിലുള്ള ക്ഷീര വികസന യൂണിറ്റ് ഓഫീസ് വഴി നമുക്ക് ഈ ഒരു അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഈ അപേക്ഷ നമ്മൾ സാങ്ഷൻ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 33,000 രൂപ വരെ നമുക്കൊരു സങ്കരയിനം പശുവിനെ വളർത്താൻ വേണ്ടി ലഭിക്കുന്നുണ്ട്. സങ്കരയിനം പശുവിനെ കൂടാതെ ഒരു തനത് ഇനം പശുവിനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 35,000 കൂടാതെ 35,000 രൂപ വരെ ലഭിക്കുന്ന വേറൊരു കാറ്റഗറി കൂടി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നിശ്ചിത ഫോമിൽ നമ്മൾ ഈ ബ്ലോക്ക് ഓഫീസിൽ അപേക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് 35,000 രൂപ വരെ ഒരു തനത് ഇനം പശുവിനെ വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് ലഭിക്കും. മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് വെച്ചാൽ കാലിത്തൊഴുത്ത് നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ലഭിക്കുന്ന സഹായം എന്ന് പറയുന്നത് 50,000 രൂപ വരെയാണ്. അപ്പം ഇതിന് ലഭിക്കാനുള്ള അർഹത എന്ന് പറയുന്നത് ചിലപ്പോൾ തൊഴുത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് തൊഴുത്ത് പൂർണ്ണമായും നശിച്ചു പോയവർക്കും കൂടാതെ പുതുതായിട്ട് ഒരു തൊഴുത്ത് നിർമ്മിക്കുന്നവർക്കും വേണ്ടിയിട്ട് 50,000 രൂപ വരെ നമുക്ക് ലഭിക്കുന്നൊരു പദ്ധതി കൂടി ഇപ്പോൾ നിലവിലുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ കറവയന്ത്രം വാങ്ങിക്കാൻ വേണ്ടി ഏകദേശം 25,000 രൂപ വരെ നമുക്ക് ധനസഹായമായി ലഭിക്കുന്നുണ്ട്. അതപ്പം ഇതിനു വേണ്ടിയുള്ള അർഹത എന്ന് പറയുന്നത് 5 അതിൽ കൂടുതലോ പശുക്കളെ വളർത്തുന്ന ക്ഷീര കർഷകർക്കാണ് ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് 25,000 രൂപ വരെ കറവയന്ത്രം വാങ്ങിക്കാൻ വേണ്ടി ലഭിക്കുന്നത്. മറ്റൊരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഡയറി ഫാം മറ്റും നടത്തുന്നവർക്ക് അതിൻ്റെ ആധുനിക വൽക്കരണത്തിന് വേണ്ടിയിട്ട് ആകെ ചെലവഴിക്കുന്ന തുകയുടെ 50% വരെ നമുക്ക് സബ്സിഡി ലഭിക്കും. അപ്പോൾ പരമാവധി ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് 50,000 രൂപ വരെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ 5 പശുക്കളെ വരെ വളർത്താൻ ഒരു യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഏകദേശം 1,83,000 രൂപ വരെ ലഭിക്കുന്ന ഒരു കാറ്റഗറി നിലവിലുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി അർഹത എന്ന് പറയുന്നത് 25 സെൻറ്റിൽ കുറയാത്ത സ്ഥലത്ത് തീറ്റപ്പുൽ കൃഷി ചെയ്യാൻ സ്ഥല സൗകര്യമുള്ളവർക്ക് മാത്രമേ ഈ ഒരു കാറ്റഗറിക്ക് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ 10 പശുക്കളെ വളർത്താൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി കൂടി നിലവിലുണ്ട്. അതായത് 3,66,000 രൂപ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി അറിയിക്കാനുള്ള അർഹത എന്ന് പറയുന്നത് 50 സെൻറ്റിൽ കുറയാത്ത സ്ഥലത്ത് തീറ്റപ്പുൽ കൃഷി നടത്താൻ വേണ്ടിയ സ്ഥല സൗകര്യമുള്ളവർക്ക് മാത്രം ഈ ഒരു 10 പശു യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും. മറ്റൊരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ 5 കിടാരി പശുക്കളെ വളർത്താനുള്ള യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് 98,800 രൂപ വരെ ലഭിക്കുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതുപോലെ തന്നെ 10 കിടാരി പശുക്കളെ വളർത്താനുള്ള യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് 1,96,400 രൂപ വരെ ലഭിക്കുന്ന ഒരു കാറ്റഗറി കൂടി ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഒരുപാട് പേർ ക്ഷീരമേഖലയിലേക്ക് ബന്ധപ്പെട്ട കൃഷികളിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നവർ ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ധനസഹായം ലഭിക്കുന്ന വഴി ഈ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വിവരങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ പരിധിയിലുള്ള ബ്ലോക്ക് ക്ഷീര വികസന യൂണിറ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ എങ്ങനെ അപേക്ഷിക്കണം, നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ ഈ ധനസഹായങ്ങളൊക്കെ ലഭിക്കും, അതിൻ്റെ കൂടുതൽ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ക്ഷീര വികസന യൂണിറ്റ് ഓഫീസിൽ നമുക്ക് തീർച്ചയായും ലഭിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ആദ്യം നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ശുഭരാത്രി, ശുഭദിനം.